നമ്മൾ 30 വർഷം കൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയ ലത എന്ന തുറവൂരിൽ നിന്ന് വന്ന അമ്മയുടെ അടുത്ത് സംസാരിക്കാം. അമ്മ 30 വർഷം എന്ന് പറയുമ്പോൾ എത്രയോ നാൾ, അതെ. അപ്പോൾ ഓരോരോ അനുഭവങ്ങൾ ഇത്രയും വർഷം ഉണ്ടായി കാണും. അതിൽ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞ ഒരു കാര്യം പറയും. ഒത്തിരി അനുഭവമുണ്ട്. ഞങ്ങൾ ഒത്തിരി ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഒരു പെങ്കൊച്ച് വന്ന് ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. വന്നിട്ട് വന്ന് ക്യൂവിൽ നിൽക്കേണ്ട, ശിവേലി പ്രദക്ഷിണത്തിൻ്റെ കൂടെ അകത്തേക്ക് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി പെട്ടെന്ന് പോയി തുടങ്ങി. ഒരുപാട് ആൾക്കാർ ക്യൂവിലുണ്ടായിരുന്നു. നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് മാത്രം വന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് ഇല്ല, പിന്നെ പുറത്തൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഇതുപോലൊരു അമ്മ പറഞ്ഞു, ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് പൊങ്കാല അർപ്പിച്ചിട്ട് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ആരുടെ അടുത്ത് വെള്ളം ചോദിച്ചപ്പോൾ കിട്ടിയില്ല. പക്ഷെ ഒരമ്മ വന്നിട്ട് അവർക്ക് ആഹാരം കൊടുത്തു. ഒത്തിരി മണക്കാട് എന്ന സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഇരുന്ന് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ പറഞ്ഞു. ഞാൻ വന്നപ്പോൾ എൻ്റെ അനിയത്തിയാണത്. ആ കുട്ടിയുടെ അതിലിരിക്കുമായിരുന്നു ബാഗല്ല. ഒരു പെണ്ണ് വന്നിട്ട് അത് ഇവിടെ വരെ കൊണ്ട് തെക്കേ നടയിൽ എത്തിച്ചു തന്നു. ഞങ്ങൾ ബാഗ് അവിടെ നിന്ന് ഇവിടെ വരെ പിടിച്ച് തന്നു. ഞാനന്നേരം പറഞ്ഞ അറിയത്തില്ലല്ലോ എന്തിനാ ബാഗൊക്കെ കൊടുത്തേന്ന്. അപ്പോഴും ഇയാൾക്ക് നല്ല ധൈര്യത്തോടെ കൊണ്ടുപോകും. അപ്പോഴും ഞാനിപ്പോൾ വിചാരിക്കുമായിരുന്നു അത് ആറ്റുകാലമ്മയാണെന്ന്. നമുക്ക് അങ്ങനെ ഓരോ അനുഭവങ്ങൾ, ആ സമയത്ത് ആ ബാഗ് കൊടുക്കാൻ തോന്നിയത്, ആ ധൈര്യം തോന്നിച്ചതും ആറ്റുകാലമ്മയായിരിക്കാം. ഇത് വന്നാലും എന്നെ ഹാർദമായി സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി. അങ്ങനെയുള്ളവർ അപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും രൂപത്തിലോ ഏതെങ്കിലും വിധത്തിലോ ഒരു സഹായമായി ദേവി വരും എന്നുള്ളൊരു വിശ്വാസം ഇവർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ദു സന്ധ്യ കൂടിയുണ്ട്. സന്ധ്യ ആറ്റുകാൽ പരിസരത്ത് തന്നെ നിൽക്കുകയാണ്. നമുക്ക് സന്ധ്യയ്ക്ക് അവിടുത്തെ ആ വിശേഷങ്ങൾ കൂടി കേൾക്കാം. ഹരി, ഇന്ദു, ഇവിടെ നല്ല തിരക്കാണ്. നേരത്തെ നമ്മൾ കണ്ടു. ഇതൊരു പുതിയ കാര്യമല്ല അല്ലേ? ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവ സമയമാകുമ്പോൾ ഇങ്ങനെ വലിയ തിരക്കുണ്ടാവാറുള്ളതാണ്. ഇന്നും വലിയ തിരക്ക് തന്നെയാണ്. അമ്മയെ ഒരു നോക്ക് കാണാനായി ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ആറ്റുകാൽ ദേവി എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെ അവരുടെ പരാതികൾ, പരിഭവങ്ങൾ, സങ്കടങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു ഇടമാണ്. അങ്ങനെ അമ്മയോട് അവരുടെ വിഷമങ്ങൾ പറയാൻ, അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ നിൽപ്പുണ്ട്. ഒരുപാട് പേരുണ്ട്. അമ്മേ, എത്ര നേരമായി നിൽക്കുന്നു ഇവിടെ? 4 മണിക്കൂറായി. ഇവിടെയാണോ? നാട് ഇവിടെയാണോ? അല്ല, അടൂര് തെങ്ങമം. നാളെ പൊങ്കാല ഇടുന്നുണ്ട്? നാളെ പൊങ്കാല. എപ്പോഴും പൊങ്കാല ഇടുന്നതാണോ? 3 വർഷം കൊണ്ട് 4 വർഷമായി. ഇത് 4ാമത്തെ വർഷമാണ്. ഓക്കെ, ശരി. ചേച്ചി എത്ര കാലമായി ഇവിടെ പൊങ്കാല ഇടുന്നു? ഞാൻ 10 വർഷത്തിന് മേലായി. എവിടെയാ? നാട് എവിടെയാ? ചവറയാണ്. ഇവിടെ ഇപ്പൊ എത്തി? ഇവിടെ വെളുപ്പിനെ 5 മണിക്ക് ക്യൂ നിൽക്കുകയാണ് 5 മണി മുതൽ. ക്ഷീണം ഉണ്ടോ? ക്ഷീണമല്ലേ ഉള്ളു. പക്ഷെ അമ്മയെ കാണണം, അതിനു വേണ്ടി നിൽക്കുകയാണ്. ദേവിയെ കണ്ടിട്ടേ നമ്മൾ അടങ്ങും. ദേവിയെ കണ്ടിട്ടേ അടങ്ങുള്ളൂ. ഇഷ്ടം പോലെ ഇടി കൊണ്ടാലും ദേവിയെ കാണും. എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടോ ഈ ആറ്റുകാൽ ക്ഷേത്രം ദേവിയുമായി ഒക്കെ ബന്ധപ്പെട്ട? ദേവി ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയോ വർഷം ഞാൻ ജീവിച്ചിരിക്കുവോളോ എനിക്ക് വരാൻ താല്പര്യമാണ്. വരും, അത് അമ്മയെ കാണണമെന്ന് തന്നെയുള്ള താല്പര്യത്തോടു കൂടി തന്നെ. ശരി, അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഇതാണ് അമ്മയോടുള്ള സ്നേഹം, അമ്മയോടുള്ള ഭക്തി. ഇതൊക്കെയാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഭക്തജനങ്ങൾ ഇവിടെയുണ്ട്.